ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. മലകൾ മാറിയകന്നു പോയാലും കുഞ്ഞിനെ അമ്മ മറന്നകന്നാലും എന്നീശോ എന്നെ കൈപിടിയില്ല. എൻ നാഥൻ എന്നെ പിരിഞ്ഞകലില്ല. എന്നീശോ എന്നെ കൈവെടിയില്ല. എൻ നാഥൻ എന്നെ പിരിഞ്ഞകലില്ല. മലകൾ മാറിയകന്നു പോയാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവസ്വര സന്ദേശമാണ്. കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. ഇതൊരു തിരുവചനമാണെന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷം 19-14 തിരുവചനം. കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. അത് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. കുഞ്ഞുങ്ങളെ പോലെ എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ നിഷ്കളങ്കത, അവരുടെ എളിമ. അങ്ങനെ എളിമപ്പെടാൻ ഈശോ പറയുകയാണ്. മത്തായി സുവിശേഷത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. മത്തായി 7:13 പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിക്കുക. അങ്ങ് നമ്മൾ കുമ്പിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് വേണം അതിൻ്റെ കൂടെ കടക്കാനായിട്ട്. അപ്പോൾ എളിമപ്പെടുക, താഴുക, മറ്റുള്ളവരുടെ മുമ്പിൽ, ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ, ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ, മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ, അങ്ങനെ പരസ്പരം ഒരു എളിമപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അത് ഒത്തിരിയേറെ അനുഗ്രഹം കൊണ്ടുവരും. മാത്രമല്ല, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുണ്യമായിട്ട് പറയപ്പെടുന്നത് ഈ എളിമപ്പെടലാണെന്ന് പറയുക. എളിമ. ഈശോ തന്നെ താഴ്ത്തി ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവം തന്നെ എളിമപ്പെടുത്തി നമ്മുടെ മുമ്പിൽ ഒരു സാധാരണക്കാരെ പോലെ ഈശോ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അത് ദൈവമാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. അതുപോലെ എളിമപ്പെടുത്തി. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ എളിമപ്പെടലാണെന്നാണ് വേദപാരംഗതയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയാണ്. ആധ്യാത്മികതയുടെ അധ്യാപിക എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. സ്വർഗ്ഗത്തേക്ക് പോകാനുള്ളൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ച ആളാണെന്നാണ് പറയുക. എന്താണ് കുറുക്ക് വഴി? കുറുക്ക് വഴി എന്ന് വെച്ചാൽ അതൊരു എളുപ്പവഴിയല്ല, അത് എളിമയുടെ വഴിയാണ്. എളിമപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങോട്ട് നമ്മുടെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് അങ്ങോട്ട് മറ്റുള്ളവരെ തങ്ങളെയൊക്കെ ശ്രേഷ്ഠരായി കാണുക. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, മറ്റുള്ളവരെ താല്പര്യം അന്വേഷിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നറിയാം. അപ്പോൾ ആ ഒരു എളിമപ്പെടൽ സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ഈ എളിമപ്പെടുക, എല്ലാവരുടെ മുമ്പിലൊക്കെ എളിമപ്പെട്ടുള്ള നമ്മുടെ ജീവിതം. എളിമ വരുമ്പോഴാണ് ക്ഷമിക്കാൻ പറ്റുക. എളിമ വരുമ്പോൾ ആ തുറന്നൊരു നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് പറ്റുക. എളിമ വരുമ്പോഴാണ് ദൈവവചനത്തെ നമ്മൾ എളിമയോടെ സ്വീകരിക്കുന്നതെന്നാണ് യാക്കോബ് 1:21 എഴുതി വെച്ചിരിക്കുക. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവവചനത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? എളിമയോടെ സ്വീകരിക്കണം. ഇപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യക്ക് ഈ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ച് എങ്ങനെ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ കടന്നു കയറാൻ പറ്റും, എങ്ങനെ ഈ കൊച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് തന്നെ ചോദിച്ചു, കർത്താവ് എങ്ങനെയാണ് പെട്ടെന്ന് സ്വർഗ്ഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റുക? എങ്ങനെ പറ്റുക? അവനെ കുറേ സമയം നിന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് ഈശോ എനിക്കൊരു കുറുക്ക് വഴി പറഞ്ഞു തരണേ, പെട്ടെന്ന് സ്വർഗ്ഗത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ച് ദൈവ ബൈബിൾ ഒരൊറ്റ തുറക്കലാണ്. അങ്ങനെ തുറന്നപ്പോൾ കിട്ടിയ വചനം ഏതാണെന്ന് അവൾക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം തിരുവചനം അവിടെ കണ്ണിൽപ്പെടുകയാണ്. ഏതാ വചനം?
കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോ കർത്താവരിൽ ചെയ്യാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശിക്കാനുള്ള വഴി ദൈവം പറഞ്ഞു കൊടുക്കുക വചനത്തിലൂടെ. കൊച്ചുറസിക്ക് എന്താ പറഞ്ഞത്? ഐശ്വര്യം നദി പോലെ ഞാൻ അവളിലേക്ക് ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. മനസ്സിലായോ? അതിലേക്കാണ് ദൈവം ഒഴുക്കുക, എളിമപ്പെടുന്നതിലേക്ക്. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും. കണ്ടോ, ഇതാരെയാണ് എളിയിൽ എടുത്തുകൊണ്ട് നടക്കുക? കുഞ്ഞുങ്ങളെയാണ് പാലൂട്ടുക, കുഞ്ഞുങ്ങളെയാണ് എളിയിൽ എടുത്തുകൊണ്ട് നടക്കുക, കുഞ്ഞുങ്ങളെയാണ് അമ്മമാരും അപ്പന്മാരെല്ലാവരും മടിരീതിയിൽ ആളിക്കുക. കണ്ടോ, മനസ്സിലായോ? നമ്മൾ എളിമപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മോട് ചെയ്യുന്ന പ്രവൃത്തി. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി നമ്മൾ ഒരുത്തി നമ്മളെ തന്നെ എളിമപ്പെടുത്താമെന്ന് കരുത്. ഇങ്ങനെ എളിമപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം എങ്ങനെ നമ്മോട് പെരുമാറുക? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക. ദൈവം നമ്മെ പാലൂട്ടും എളിയിൽ എടുത്തുകൊണ്ട് നടക്കും, അതായത് എടുത്തുയർത്തും. പൂർവ്വപിതാ ജോസഫിനെ ഈ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് താഴ്ത്തി, പക്ഷേ ദൈവം അവനെ സ്വർഗത്തോളം ഉയർത്തുകയാണ് ചെയ്തത്. കണ്ടോ, മറ്റുള്ളവർ താഴ്ത്തി നമ്മൾ എളിമപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം എടുത്തുയർത്തും, മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. പറയാണ് ദൈവം മറ്റൊരു വലിയൊരു അനുഗ്രഹം, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. കണ്ടോ, ഇപ്പോൾ കുഞ്ഞു കുട്ടീനെ പോലെ ആയിത്തീരാ അമ്മയെപ്പോലെ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. കേട്ടോ, എളിമപ്പെടുമ്പോഴാണ് ഇത് ഈ അനുഗ്രഹങ്ങൾക്ക് കിട്ടുക. ഇതാണ് സ്വർഗ്ഗരാജ്യത്തേക്ക് പോകാനുള്ള കുറുക്കുവഴി, എളുപ്പവഴി എന്ന് പറയുക. കേട്ടോ, സ്നേഹമുള്ളവർ, അതുകൊണ്ട് എളിമപ്പെടാനുള്ള സന്ദേശം സ്വീകരിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ ഉള്ള തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവിടെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെ കാണുകയാണ്. മറ്റുള്ളവരാൽ ശൂന്യനാക്കപ്പെട്ട ക്രിസ്തു അല്ല കേട്ടോ, ക്രിസ്തു തന്നെ ശൂന്യനാക്കി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഈ വചനത്തിന് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, എളിമെന്ന പുണ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ്. ഇരുകരങ്ങളിൽ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമേർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയ 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 റിയ
പോരാ പോരാ പോരാ. ശിരിരിരിരിരിരി. കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. ശിയറിയ എളിമപ്പെടാനുള്ള കൃപ തരണമേ. സ്വയം എളിമപ്പെടുത്താനുള്ള കൃപ തരണമേ. സ്വയം താഴ്ത്താനുള്ള കൃപ തരണമേ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതാനുള്ള കൃപ തരണമേ. അനുസരിക്കാനുള്ള കൃപ തരണമേ. തുറന്ന് കുമ്പസാരിക്കാനുള്ള കൃപ തരണമേ. ശിരിരിരിരി. വചനം വിനയപൂർവ്വം സ്വീകരിക്കാനുള്ള കൃപ തരണമേ. ഹാലുലിയ കഠിന ഹൃദയങ്ങൾ എടുത്തു മാറ്റണമേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളോതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളോതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം. കരങ്ങളെ തിരിച്ചു പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീക്ഷ്ണതയും മാന്യം കൂടാതെ ആത്മാവ് ജ്വലിക്കുന്ന വ്യക്തികളായി തീരാൻ വേണ്ടി കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അലസതയുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ. മന്ദോഷണ വിട്ടുപോട്ടെ. ദൈവത്തിൻ്റെ ആത്മാവെ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലമറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്രദനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, കൂടോത്ര, ദുഷിദോഷം, പൈശാചാക, പിടല, ബാധകൾ, കൈവശങ്ങൾ ഞങ്ങൾ ദൂരെയായിട്ടണമേ. പാപകരമായ സാധ്യത, അസൂയ, ചതി, വഞ്ചന ഞാൻ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ സദ്യ, രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സദ്യയുടെ മധ്യസ്ഥാനം മികാർ, റഫ, ഗബ്രിയേൽ, മലാമാട്, ശക്തമായ സാന്ത സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലും, കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലും, വായിലൂടെ, വസ്ത്രത്തിലും, ഭക്ഷണം കിടന്നത് മാനസിക, ശാരീരിക, ആത്മീയമായുള്ള, മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്കാ 4:2, മർക്കോസ് 16:5, ഒന്നിയോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മതി അതിനെ ശ്രദ്ധിക്കുക. സകലവിധ പ്രകൃതിശം, ഇടിവിട്ട് നാശങ്ങൾ, ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാ, തർക്കം, കലകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികൾ, ജടിക, ദിവ്യാസി, ഗോപാസ്തി, ഭക്ഷണാസതി, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധം, അഹങ്കാരം, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠനതടസ്സം, കോടതിയിൽ സാമൂഹ്യ കൂട്ട്, കണ്ണും, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക, ബാഹ്യന്റെ ചെറുതുകൊണ്ട് രോഗപിടികൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കും, സ്തുതിച്ച് പ്രാർത്ഥിക്കും, വചനം വായിക്കുക, ജവമാചന തടസ്സങ്ങൾ, രോഗസാധ്യത തടസ്സങ്ങൾ, സന്ദേശങ്ങളാൽ തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്രജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നെ പൈശാചിക അരുവി, അന്ധകാര സത്യം, സാത്താൻ സത്യം, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാഥിനെ ബന്ധിക്കുന്നു. യേശുനാഥിനെ ബഹിഷ്കരിക്കുന്നു. ഈശ്വര കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലേക്ക് കടന്നുവെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആലുലിയ 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 ആലുലിയ. ശക്തമായി ശ്രദ്ധിച്ച് കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാനത്തിന്റെ അഭിഷേകം, ഈ വരികളുടെ അഭിഷേകം നിറയട്ടെ. ആത്മാവിനെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. ആത്മാവിനെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാം. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാം. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ. കരങ്ങളെ തിരിച്ചു പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കും. ദിവ്യകാണിൽ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. അറിയാവുന്ന പോലെ ഭാഷാവത് സ്തുതിക്കും.
സബഹാല ബാല 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 മിയാല ദ മമ ബദ ബാലാസി നിമിക ബമ ബദ ബാല ഹാല മമ മമ ബദ ബാല ദ മമ ബബ സിബിയാല ബാല ദിബി ബിയാല ഹാല ബ ശിരിരിരിരി ശിരിരിരിരി ആലുലി 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 ശിരിരിരിരി 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 ഷിയാരിയ ശബ്ദമുയർത്തി സ്തുതിക്കുക. ഷിയാരിയ കൊച്ചുകുട്ടികളും എല്ലാവരും യുവതിയുവാക്കന്മാരും പ്രായമായവരൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലേലിയ 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 പറഞ്ഞ് സ്തുതിക്കുക. ഉദര സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. പല വിധത്തിലുള്ള രോഗപീഠകൾ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, അൾസർ, വയറ് അപ്സെറ്റ് ആവുന്ന അവസ്ഥ, ഇങ്ങനെ എല്ലാ മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം തരുന്നുണ്ട്. മലദ്വാരത്തിലുള്ള അസുഖങ്ങളുള്ളവർ പ്രാർത്ഥിച്ചോ. മലദ്വാരത്തിലുള്ള അസുഖങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. പൈൽസിൻ്റെ അസുഖം, ഫിസ്റ്റുല, മലദ്വാരത്തിൽ തടിപ്പ്, ചൊറിച്ചിൽ, മറ്റാ മേഖലകളൊക്കെ പ്രാർത്ഥിച്ചോ. കർത്താവ് സൗഖ്യം തരുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകല്ലേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കൂ എന്ന് ഈശോ സന്ദേശം തരികയാണ്. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകല്ലേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നോളോ എന്ന് സന്ദേശം തരികയാണ്. ചില മക്കൾ ഒത്തിരി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ശുശ്രൂഷയിലൊക്കെ ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് ഒക്കെ ചെയ്തിരുന്നു, ദൈവവചന ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരുന്നു, പല സ്ഥലത്തൊക്കെ ടോക്കിന് പ്രസംഗിക്കാനൊക്കെ പോകാറുണ്ട്. അങ്ങനെ ശുശ്രൂഷയിലായിരുന്നവർ പോലും വിശ്വാസം കുറഞ്ഞു തുടങ്ങി. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് തകർച്ചകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, പരാജയങ്ങൾ വരുമ്പോൾ ഇതെന്തെങ്ങനെ വരണേ, നമ്മുടെ ദൈവം സത്യദൈവമല്ലേ, ശക്തിയുള്ള ദൈവമല്ലേ, ഇങ്ങനെ വഴി തെറ്റരുതെന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് ഈശോ പറയുക, വിശ്വാസത്തിൽ അകന്നു പോകല്ലേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നോളോട്ടോ എന്ന് ചില വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കർത്താവ് സന്ദേശം തരികയാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുക. അവസാനം ദൈവത്തിൻ്റെ ഇടപെടൽ നീ അനുഭവിക്കും. പ്രേമത്തിന് കൂട്ടുനിൽക്കരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഒരു അപ്പൻ തൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. ആ മകൻ്റെ പ്രേമം അറിഞ്ഞിട്ടും മകൻ്റെ ആ തെറ്റായ ബന്ധത്തിന് ഈ അപ്പൻ കൂട്ടുനിൽക്കുകയാണ്. അങ്ങനെ ചെയ്യരുതെന്ന് ആ അപ്പന് സന്ദേശം തരികയാണ്. ഉടനെ ഈ മകൻ ഏത് പെൺകുട്ടിയെ പ്രേമിക്കുന്നോ ആ പെൺകുട്ടിയുടെ അപ്പനെയും അമ്മേനെയും മാതാപിതാക്കളെയും വിളിച്ച് അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഈ കാര്യം വിളിച്ച് അറിയിക്കാൻ ഈ അപ്പച്ചനോട് കർത്താവ് സന്ദേശം തരികയാണ്. മകൻ്റെ തെറ്റിന് നീ കൂട്ടുനിൽക്കരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. പ്രേമത്തിന് കൂട്ടുനിൽക്കരുതെന്ന് ഒരു കോമൺ സന്ദേശം കർത്താവ് എല്ലാവർക്കും തരികയാണ്. നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ശവപ്പെട്ടി നിർമ്മാണത്തിലായിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭലസി പോകുന്നൊരു മകളെ കാണിക്കുക. ഗർഭലസി പോകുന്ന മകൾ കഴുത്തിൽ ഒത്തിരിയും ധരിക്കുക. കർത്താവ് ആ മകളെ തൊട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് അങ്ങനെ സംഭവിക്കില്ല, കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അഭിഷേക് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ സോറിയാസിസ് കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പേടിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഭയമുള്ളവർ ഭയം ആന്തരിക സൗഖ്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഭയം, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സുകാർ അങ്ങനെയുള്ള മക്കൾ, കുട്ടികൾക്കുള്ള ഭയങ്ങൾ ഈശോ എടുത്ത് മാറ്റുക. പേടി കുറച്ച് കൂടുതലാണ്. നമ്മൾ പറയില്ലേ, പിള്ളേരെ പറ്റി പറയും, ഇവൾക്ക് പേടി അല്പം കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ പേടികൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളൊക്കെ പ്രാർത്ഥിച്ചോ. കർത്താവ് എടുത്ത് പറയുന്നു, വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിക്കുക. വെഞ്ചരിച്ച ഒലിവ് ഓയിൽ തലയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോ, നിൻ്റെ മുടി കൊഴിച്ചിൽ മാറുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഫുഡ് അലർജി, ചില ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ, ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം തരുന്നുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. വലിയ അഭിഷേകം കർത്താവ് ഈ ശുശ്രൂഷ തരുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരുന്നു. താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള പ്രേരണ ഈശോ തരികയാണ്. ഏൽറുഹ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നവർ താമസമുള്ള ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കണം എന്ന പ്രേരണ ചില മക്കൾക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതായിട്ട്, അത് പരിശുദ്ധാത്മാവാണ് കൊടുക്കുക. വലതുകാല് ഫ്രാക്ചറായി ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. കൊരട്ടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്ന് തവളശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജപ്തി നേരിടാനായിട്ട് ഒരുങ്ങുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. വിദേശത്ത് പോലീസ് കേസിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഷീന എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ ഒത്തിരി വേദനിപ്പിക്കുന്ന മക്കളെ ശുശ്രൂഷ കാണിക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കുക, അനുദപിക്കുക, അവരനുസരിക്കുക, മാതാപിതാക്കളുടെ മുമ്പിൽ എളിമപ്പെടുക. കർത്താവ് സന്ദേശം തരികയാണ്. മുലപ്പാൽ കുടിക്കാത്ത ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കഴുത്തിലൊക്കെ ഒത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. ഒരു ആൺകുട്ടിയുടെ മലബന്ധം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ന്യൂമോണിയ ബാധിച്ച ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. മെനഞ്ചൈറ്റിസ് രോഗം ബാധിച്ചൊരു മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അബോർഷൻ ചെയ്തൊരു മകളോട് നന്നായി അനുദപിക്കുക, പരിഹാരം ചെയ്യുക. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന ആ ദമ്പതികളോട് ഇനി അത് ചെയ്യരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ഹോർമോൺ തകരാറുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. 4 പേരുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിൽ എപ്പോഴും അമിതമായ ചൂട്, വേർപ്പുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ കർത്താവ് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പല്ലുവേദന, പല്ലിന് കേട്, മോണപ്പഴുപ്പുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മദ്യം വീട്ടിലുള്ള വ്യക്തിയോട് അത് നശിപ്പിച്ച് കളയാൻ സന്ദേശം തരികയാണ്.
ഒരു പാർക്കിൻസൺസ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. 2 വ്യക്തികളുടെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഷോൾഡർ പെയിൻ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സം എന്നൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പീരീഡ്സ് ക്രമമായ രീതിയിൽ വരാത്ത ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. പീരീഡ്സ് സംബന്ധമായ അസ്വസ്ഥതയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. തലയ്ക്ക് ശക്തമായ വേദന, ഭാരം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. 2 പ്രാവശ്യം OET പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ട് വിഷമിക്കുന്ന ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. കോൺസ്റ്റിപ്പേഷൻ, അതുമൂലമുള്ള ശക്തമായ വേദന, ബ്ലഡ് വരുന്ന അവസ്ഥ സൗഖ്യം തരുന്നുണ്ട്. സ്കിൻ അലർജിയുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം തരുന്നുണ്ട്. പഠന മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 10 മക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ ആ വ്യക്തിക്ക് സൗഖ്യം നൽകുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ എടുത്തു മാറ്റുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. ജോയ്സിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്വന്തമായ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളെ അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളായി ശക്തമായ തണ്ടല് വേദന കർത്താവ് ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു വളർത്തുനായിയുടെ ചെള്ളു രോഗം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മനീഷ എന്ന മകളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ശക്തമായ ഉപ്പിറ്റി വേദന, അതുപോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ലൂസി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുമാരി എന്ന മകളുടെ രോഗാവസ്ഥയിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എപ്പോഴും ശക്തമായി മൂക്കൊടുപ്പുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷി ഗർഭപാത്രത്തിന് ഇല്ലാത്ത ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ഹെർണിയുള്ള ഒരു ആളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി വായിനാറ്റുള്ള ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും വെറുപ്പ് അവസാനിപ്പിക്കാനും സന്ദേശം തരികയാണ്. ബോസ്കോയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. വിട്ടുവിട്ട് പനിക്കുന്ന ആൽഫി എന്ന മകളോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദ്ദിക്കുന്നൊരു മകളോട് വെഞ്ചിരിച്ച തേൻ കഴിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വൈദികനാകാൻ പഠിക്കുന്ന ഒരു മകൻ്റെ പഠന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അതിഭയങ്കരമായ ചെവിക്കടി കർത്താവ് ഒരു മകനെ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന റോസ്ലി എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നു. 2 പേർക്ക് വായ്പുണ്ണ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. മിനി എന്ന മകളോട് അയൽക്കാരുമായുള്ള കോടതി കേസ് പിൻവലിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാലിൽ മന്ത് പോലെ നീര് വന്നിരിക്കുന്ന ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. മുഖത്ത് വെള്ളപ്പാണ്ട് പോലെ വരുന്ന ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ബിസിനസ്സിൽ അടിക്കടി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ നിരാശയിലായിരിക്കുന്ന റോജോ എന്ന മകനോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം നൽകുക. സോഡിയത്തിൻ്റെ അളവ് കുറവ് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്ന അവസ്ഥ കർത്താവ് ഒരു സഹോദരിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശബ്ദം അടഞ്ഞു പോകുന്ന ഒരു അധ്യാപകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദേഹത്ത് ചൂടൂരു എന്ന അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മകൻ്റെ ക്യാൻസർ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നു. ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു മകൻ്റെ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽമുട്ടിന് നീരും വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 4 മാസം പ്രായമായി കുഞ്ഞിൻ്റെ കോൺസ്റ്റിപ്പേഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ഹാലുലി ആലുലി 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 ആലുലിയ ഷിയ ശബ്ദത്തിൽ സ്തുതിക്കുന്നു. ആലുലി 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 ആലുലിയ ഷിയ. എൻ്റെ പേര് സുസ്മിത നോബിൾ. ഞാൻ കൊരട്ടി ഫാത്തിമമാത പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. അവൾക്ക് 7th പഠിക്കുമ്പോൾ അവളിങ്ങനെ തല ചുറ്റി വീഴുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുമായിരുന്നു. പിന്നീടത് ഒരു 10th ആയപ്പോൾ അത് ഒരുപാട് കൂടുതലായിട്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞത് അപസ്മാരമാണ്. അപ്പോൾ അതിനുള്ള മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം ഇപ്പം 10th കഴിഞ്ഞൊരു 11th ആയപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ +1 പഠിക്കുമ്പോൾ ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ പേടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് തോന്നി, ഇങ്ങനെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. പക്ഷെ അതെന്താണെന്ന് ഡോക്ടറിന് ശരിക്കും അത് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ 2-3 ഡോക്ടർമാരെ ഞങ്ങൾ മാറ്റി കാണിച്ചു. അപസ്മാരത്തിന് ഇപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി വരുന്നത് എന്താണെന്നുള്ളത് ഭയങ്കര ഭയമായിരുന്നു. അതെന്താ ഇങ്ങനെ വരണം, ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചീനോട് എൻ്റെ ഇങ്ങനെ വിഷമങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേച്ചി ഇങ്ങനെ എൽറുഹയെക്കുറിച്ച് പറയാനിടയായി. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ 2021 നവംബർ മാസത്തിൽ ധ്യാനം കൂടാനിടയായി.
ധ്യാനം കൂടി. പേരൊന്നും വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈശോയെ എൻ്റെ മോളുടെ പേരൊന്നും വിളിച്ചു പറഞ്ഞില്ല, ഇതെങ്ങനെ ഇത് അറിയാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ അച്ഛനിങ്ങനെ പറഞ്ഞായിരുന്നു അതിനകത്ത് പെട്ടെന്നുള്ള ഇടപെടലുണ്ടാവും, പിന്നെ കുറച്ച് സാവധാനമായിട്ട്, ഇപ്പം നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, സാവധാനത്തിനുള്ള ഇതായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനങ്ങനെ വിശ്വസിച്ച് പോയി. ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ ഈ അത്ഭുത ജപമാലയെക്കുറിച്ച് അറിയാനിടയായത്. ഞാനിങ്ങനെ അത്ഭുത ജപമാല സ്ഥിരമായിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 92 ഒക്കെ ആയി തോന്നുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛനിങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുത ജപമാല ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, അപസ്മാരം പിടിപെട്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പം ഞാനിങ്ങനെ വിശ്വസിച്ചു, അതായത് ഈശോയെ അതെൻ്റെ മോളായിരിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം ഇങ്ങനെ ആഴ്ചയിൽ വരുമായിരുന്നു, പിന്നെ അത് മാസത്തിലേക്കായിട്ട് മാറി. പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി, അതിങ്ങനെ തീരെ ഇല്ലാണ്ട് വന്നു. പക്ഷെ എന്നാലും ഈ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞാനിതിങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈശോയെ എൻ്റെ മോളെ സുഖപ്പെടുത്തണേ, വിളിച്ച് പറയുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനിങ്ങനെ അത് ഇങ്ങനെ സ്ഥിരമായിട്ട് കൂടിക്കൊണ്ടിരുന്നു. പിന്നീട് അച്ഛനിങ്ങനെ ഒരു അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞു, മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതും ഞാനിങ്ങനെ പൂർണ്ണമായി വിശ്വസിച്ചു. ഇപ്പോൾ ഒരു 1.5 വർഷമായി എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പമില്ല. മൂക്കിൽ നിന്ന് ബ്ലഡും വരുന്നില്ല, അപസ്മാരത്തിൻ്റേതായ ഒരു പ്രശ്നവും അവൾക്കില്ല. മെഡിസിൻ എടുത്തായിരുന്നു, ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓവർനൈറ്റ് EEG എടുത്തപ്പോൾ അതിനകത്ത് അതിൻ്റെ യാതൊരു പ്രശ്നമില്ല, ഇനി അവൾ മെഡിസിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുകയും വിടുതൽ നൽകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. ശക്തമായി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക, കുടുംബത്തിലുള്ള എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ.